അങ്ങനെ ഡയറി ലീസിന് വെച്ച പേസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൺസിസ്റ്റൻസി എന്താണോ അതിനനുസരിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഡയറി ലീസിന് ശേഷം ഇതിൽ കട്ടിയും തരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതാണ്. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് സോക്സ് വെച്ചിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാനിവിടെ സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാൻ ബീറ്റ് ചെയ്തത് കാരണം സോക്സ് വെച്ചിട്ട് ഇവിടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നില്ല. കാരണം എൻ്റെ ലംസ് എല്ലാം കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതുപോലെ ഞാൻ എപ്പോഴും ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു കോണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അത് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഓർഗാനിക് കോണിന് ഇത്രയും റേറ്റ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹെന്ന കോണിന്റെ എൻറ്റയർ പ്രോസസ്സും, അതായത് ഹെന്ന മേക്കിംഗ് തൊട്ടിട്ട് സീലിംഗ് വരെ ഒറ്റൊരാളാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടും പിന്നെ ഇതിന്റെ ആക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനൊക്കെ നല്ല റേറ്റും വരുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും റേറ്റ് ഇതിന് പറയുന്നത്. പിന്നെ ഇതിന്റെ ക്വാളിറ്റിയും അത്രയും അടിപൊളിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന്